ഇടുക്കി മറയൂർ പാമ്പൻമലയിൽ പടയപ്പ എന്ന കാട്ടാന വീടിന്റെ മേൽക്കൂര തകർത്തു. ന്യൂ ഡിവിഷൻ ലയത്തിലെ ശിങ്കാരത്തിന്റെ വീടാണ് തകർന്നത്. ജനലുകളും വാതിലുകളും തകർത്ത് വീടിനുള്ളിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്കിട്ടു. ഏതാനും ദിവസമായി തോട്ടമേഖലയിൽ ഭീതി പരത്തി പടയപ്പയുടെ സാന്നിധ്യമുണ്ട്. ആഷിഖ് മുഹമ്മദ് വീറുമായി ചേരുന്നു. ആഷിഖ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? അജിംസി, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. തോട്ടം മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പടയപ്പ ണ്ടെങ്കിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടിലായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ മറയൂരിൽ പടയപ്പ വീട് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ന്യൂ ഡിവിഷൻ ലയത്തിലെ ശിങ്കാരത്തിന്റെ വീട് തകർക്കുകയായിരുന്നു. വീടിന് മുകളിൽ ആസ്പെറ്റാസ് ഷീറ്റുകൾ വിരിച്ചിരുന്നു. ആസ്പെറ്റാസ് ഷീറ്റുകൾ കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ തൊഴിലാളികൾ തന്നെ മണൽ നിറച്ച് അതിന് മുകളിൽ ചാക്കുകളിലായി വെക്കുന്ന സാഹചര്യമുണ്ട്. ഈ ചാക്കുകളിൽ വളർന്ന പുല്ല് പറിച്ചു തിന്നാനായി എത്തിയതാണ് പടയപ്പ എന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത്. ഈ പുല്ല് പറിച്ചു കളഞ്ഞതിന് ശേഷം ആസ്പെറ്റാസ് ഷീറ്റ് തകർക്കുകയും തുടർന്ന് അക്രമാസക്തനായ പടയപ്പ ജനലും വാതിലും തകർത്ത് ലയത്തിനുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികളടക്കം പുറത്തേക്കിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് തൊട്ടടുത്ത മറ്റൊരു വീട്ടിൽ കൂടി എത്തി ഓടുകൾ തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീട് ആന തോട്ടത്തിനുള്ളിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മറയൂർ ഭാഗത്ത് പടയപ്പ സ്ഥിതിയുറപ്പിച്ചതുമായി ബന്ധപ്പെട്ട് തോട്ടം തൊഴിലാളികൾ ഭയത്തിലാണ്. എന്നാൽ സ്വാഭാവികമായി അങ്ങനെ ആക്രമിക്കാത്ത ഒരു ആനയാണ് പടയപ്പ. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട് തകർക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ വിഷയം പരിശോധിച്ച് ഇടപെടലുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശരി.